ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ നേടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അതിന് വേണ്ടിയിട്ട് ഫസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയാണ്. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ ഹൈലി എനർജറ്റിക് ആയിട്ടുള്ള പോസിറ്റീവ് തിങ്കിങ് ഉള്ള ആളുകൾക്ക് എപ്പോഴും മാനിഫെസ്റ്റേഷൻ ഭയങ്കര സ്പീഡപ്പായിട്ട് നടക്കും. അപ്പം അതിന് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് ആൻഡ് ഇമോഷൻസ് നമുക്കുണ്ടായിരിക്കുക എന്നുള്ളതാണ്. അഥവാ നമ്മുടെ മൈൻഡ് പോസിറ്റീവായിട്ടിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് റീഡിങ് ഹാബിറ്റാണ്. അഥവാ നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്ന, നല്ല തോട്ട്സുകൾ നൽകുന്ന, നല്ല ഇൻസൈറ്റുകൾ നൽകുന്ന, അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല പോസിറ്റീവ് ഇമോഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന തരത്തിലുള്ള പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളതാണ്. അത് ഡെയിലി ഒരു 10 പേജോ 5 പേജോ ഒക്കെ വായിക്കുന്നത് വഴി നിങ്ങൾക്ക് ഡെയിലി നിങ്ങളെ പോസിറ്റീവ് വാക്കി നിലനിർത്താൻ സഹായിക്കും. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്നെ ഒരുപാട് മാറ്റിമറിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് ദ സീക്രട്ട് എന്ന് പറയുന്ന ലോ ഓഫ് അട്രാക്ഷൻ ബേസ്ഡ് ബുക്ക്. അതുപോലെ തന്നെ ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന പുസ്തകം. അങ്ങനെ ഒട്ടനവധി ബുക്കുകളുണ്ട്. ഏറ്റവും ബേസിക് തുടങ്ങാൻ ഏറ്റവും നല്ലത് ദ സീക്രട്ട് എന്ന് പറയുന്ന പുസ്തകമാണ്. അപ്പോൾ ആ ബുക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ട്. പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ്, കുറച്ച് എനർജറ്റിക് ആയിട്ട് തിങ്ക് ചെയ്യാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അത് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സൗജന്യമായിട്ട് അയച്ചു തരാം. മുകളിലൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലോട്ട് ജസ്റ്റ് നിങ്ങൾ ദ സീക്രട്ട് ബുക്ക് എന്ന് ജസ്റ്റ് ഒന്ന് അയച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷും മലയാളവും അയച്ചു തരാം. അത് വായിക്കുക ഡെയിലി. ഇനി അതിന് നിങ്ങൾ ക്യാഷ് ചിലവാക്കണം എന്നൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് അത് ഡെയിലി ഒരു 10 പേജോ 5 പേജോ വായിക്കുന്നത് വഴി നിങ്ങളുടെ മൈൻഡ് സെറ്റ് പോസിറ്റീവാക്കി നിലനിർത്താനായിട്ട് പറ്റും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്രയാണ്. നമ്മുടെ തോട്ട്സ് ആൻഡ് ഇമോഷൻസ് പോസിറ്റീവായിരിക്കണം. അപ്പം നമുക്ക് പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ പുസ്തകം നമ്മൾ വായിക്കുന്നു, അതുവഴി നമ്മൾ മൈൻഡ് ഏകദേശം റെഡിയാക്കി കൊണ്ടുവരുന്നു. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബോഡി. ഇത് എല്ലാം കണക്റ്റഡാണ്. ഈ ബോഡി കൂടി ഓക്കെ ആകുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ആ ഇമോഷൻസ് ഒക്കെ 5 സെൻസസ് വെച്ചിട്ട് ഫീൽ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ എനർജറ്റിക് ആയിട്ടുള്ള ബോഡി വേണം. അതിന് നമ്മൾ എക്സസൈസോ യോഗയോ അല്ലെങ്കിൽ സ്ട്രെച്ചിങ് എക്സസൈസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പരിപാടികൾ ചെയ്യുക. ഇനി അതല്ലെങ്കിൽ ജിമ്മിന് പോയാലും മതി. അപ്പോൾ ബോഡി ഫിറ്റ്നസ് അത്തരം കാര്യങ്ങളിൽ കൂടി കുറച്ചുകൂടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ മാനിഫെസ്റ്റേഷനിൽ 3 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റാണ്: മൈൻഡ്, ബോഡി, സോൾ. അപ്പോൾ ഇതിൽ രണ്ടാമത്തെ ഞാൻ പറഞ്ഞത് ബോഡി എന്നുള്ളത്. അപ്പോൾ അത് ഓക്കെ ആയി കഴിഞ്ഞാൽ അതുകൂടി എക്സ്ട്രാ ആഡ് ചെയ്യുക നമ്മുടെ ഡെയിലി റുട്ടീനിൽ, എക്സസൈസ് എന്ന് പറയുന്ന ഒരു പരിപാടി. മൂന്നാമതായിട്ട് നമ്മുടെ സോള് റിലേറ്റഡ്, അഥവാ നമുക്ക് ഭക്തി, ദൈവവിശ്വാസം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. നമ്മൾ എന്തിലെങ്കിലുമൊക്കെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടാവുമല്ലോ. ആ എന്തിലാണോ ട്രസ്റ്റ് ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ ദൈവവിശ്വാസം. ഓക്കെ, അത് നിങ്ങൾ ഏത് റിലീജിയണോ അതൊന്നും നിങ്ങൾ ബോധേഡാവണ്ട. നിങ്ങൾ എന്തിലാണോ വിശ്വസിക്കുന്നത് അതാണ് നിങ്ങളുടെ വിശ്വാസം. അതിൽ തന്നെ വിശ്വസിച്ചാൽ മതി. നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷനും കാര്യങ്ങളും എല്ലാം നടക്കും. അപ്പോൾ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. പ്രയർ എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള വേർഡ്സ് മാത്രം ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മൾ ഒരു അസുഖം മാറാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ എൻ്റെ രോഗം മാറ്റണമേ എന്ന് പറയുന്നതിന് പകരം എനിക്ക് ആരോഗ്യം നൽകണമേ എന്ന് പറയുക. ഓക്കെ, ഇപ്പോൾ പണവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ എൻ്റെ ദാരിദ്ര്യം ഒന്ന് മാറ്റിത്തരണേ, അല്ലെങ്കിൽ എൻ്റെ കടം ഒന്ന് വീട്ടാൻ ദൈവമേ സഹായിക്കണേ എന്ന് പറയുന്നതിന് പകരം എനിക്ക് സമ്പത്ത് നൽകണമേ. അതിൻ്റെ പോസിറ്റീവ് വേർഡ് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ല രീതിയിലുള്ള പ്രയർ, പിന്നെ അതുപോലെ തന്നെ മെഡിറ്റേഷൻ, മൈൻഡിനെ കാമാക്കുക. ചില ആളുകൾക്ക് അതായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു 5 മിനിറ്റ്സ് കണ്ണടച്ചുകൊണ്ട് ബ്രീത്തിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് മെഡിറ്റേറ്റ് ചെയ്യുന്നതൊക്കെ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ നമ്മുടെ മൈൻഡ് ഓക്കെ ആക്കുക, ബോഡി ഓക്കെ ആക്കുക, നമ്മുടെ സോൾ ഓക്കെ ആക്കുക. വളരെ സിമ്പിളായിട്ടുള്ള, ഏതൊരു വ്യക്തിക്കും സ്റ്റാർട്ടിങ്ങിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ 3 കാര്യങ്ങളിൽ ജസ്റ്റ് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മൈൻഡിനെ പോസിറ്റീവാക്കാൻ, നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ തോട്ട്സ് ഇതൊക്കെ മാറി വരുന്നതിലൂടെ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലോട്ട് എത്താനുള്ള ആക്ഷൻസ് എടുക്കാനും അത് നേടിയെടുക്കാനും ഒക്കെയുള്ള ഒരു ഊർജം നമുക്ക് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജീവിതത്തിൽ വലിയ വിജയം നേടിയിട്ടുള്ള ആളുകളുടെ
ആ ഒരു ലൈഫ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാവരും അറിഞ്ഞോ അറിയാതെയോ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു സീക്രട്ട് ഉപയോഗിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നേടാനായിട്ട് പറ്റും. അത് ഏത് മേഖലയിലാണെങ്കിലും, ഇനി റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഒക്കെ. അപ്പോൾ ഈ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു 21 ദിവസത്തെ കോഴ്സുണ്ട്. പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആണ്, വാട്സപ്പ് ത്രൂ ആണ്, എൻ്റെ തന്നെ പേഴ്സണൽ ഗൈഡൻസ് ആണ്. നിങ്ങൾക്ക് ഡെയിലി കുറച്ച് പ്രാക്ടിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ടായിരിക്കും. അതുവഴി നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ആ ഒരു തിയറിയെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് പഠിക്കാനായിട്ട് പറ്റും. അതുവഴി നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും നേടാനായിട്ട് പറ്റും. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഇനി ഇതിൽ ജോയിൻ ചെയ്തില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നടക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.